Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഹ്രസ്വചിത്രമൊരുക്കി അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. മതിലിനപ്പുറം എന്ന പേരിൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള സഹാനുഭൂതി ഒരു കാലത്തും കൈമോശം വരരുതെന്ന സന്ദേശം പകർന്നു നൽകുന്ന ഹ്രസ്വചിത്രം കാർമൽ മെലഡി ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം കരസ്ഥമാക്കി. സ്കൂളിന്റെ മതിലിനപ്പുറത്ത് എത്ര ജീവിതങ്ങളാണുള്ളത്. ആ കോണിപ്പടി ബനിയനൊക്കെ കാണുമ്പോ ഹലോ എന്ന് വിളിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഞങ്ങള് ഞെട്ടിപ്പോയി. കാരണം ഞങ്ങളെക്കാളും കൂടുതൽ ടെൻഷൻ ആ മുഖത്തിന് ഞങ്ങൾക്ക് കിട്ടി ആ സമയത്ത്. അപ്പോ ഇതിന്റെയൊക്കെ കാര്യം എനിക്ക് മനസ്സിലായത് ഈ സബ് ജില്ലാ കലോത്സവം നടന്നപ്പോഴാണ്. സബ് ജില്ലാ കലോത്സവത്തിന് ഞാനവിടെ വന്നിരുന്നു. ഇവരുടെ നാടകം കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോഴാണ് ഇതിന്റെയൊക്കെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത്. ഇവരുടെ പ്രാക്ടീസും ഞാൻ കണ്ടു, നാടകം കണ്ടു. അവര് നാടകത്തിന്റെ രീതിയിലും സിനിമയ്ക്ക് സിനിമയുടെ രീതിയിലും അഭിനയിക്കാൻ കഴിവുള്ള ഈ കുട്ടികളാണ്. അതിന്റെ ഒക്കെ പിന്നാമ്പുറത്ത് ഞാൻ കണ്ടത് ഹോളി ഫാമിലിയിൽ നെറ്റോട്ടം ഓടുന്ന ടീച്ചേഴ്സിനെയാണ്. അത് അഭിനന്ദിക്കാനും വയ്യ. നിങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത്, കലാകാരങ്ങൾക്ക് വേണ്ടി കൂടി ഇവരുടെ പഠനം മാത്രമല്ല, ഈ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി പഠനത്തിൽ ഒരു കുറവും വരുത്താതെയുള്ള നിങ്ങളുടെ നെട്ടോട്ടം ഇവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു വലിയ പങ്ക് അത് അഭിനന്ദനാർഹമാണ്. മതിലിനപ്പുറം എന്ന പേരിൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള സഹാനുഭൂതി ഒരു കാലത്തും കൈമോശം വരരുതെന്ന സന്ദേശം പകർന്നു നൽകുകയാണ് ഈ കൊച്ചു ചിത്രം. ജെറിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ ഹ്രസ്വചിത്രത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ ജസ്റ്റിൻ സ്റ്റീഫനാണ്. എന്താണെന്ന് പ്രത്യേകമായിട്ടൊരു വെറൈറ്റി ആയിട്ട് ചെയ്യേണ്ടത് എന്ന് എൻ്റെ മനസ്സിൽ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചിന്ത വന്നപ്പോൾ പെട്ടെന്നൊരു ഷോർട്ട് ഫിലിം ഒന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. അത് ആരെ ഏൽപ്പിക്കണം എന്നുള്ള പിന്നെ കൺഫ്യൂഷനായി. പെട്ടെന്ന് തന്നെ ജസ്റ്റിൻ സാറിന്റെ പേരെൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ സാറുമായിട്ട് പങ്കുവെച്ചപ്പോൾ തന്നെ സാറ് ഞാനെന്താ സിസ്റ്റർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ധൈര്യമായി. അന്ന് തുടങ്ങി ജസ്റ്റിൻ സാറ് ഇതിന്റെ പിന്നാലെ ഒത്തിരിയേറെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന്റെ സൈഡായിട്ട് നിന്നിട്ടുള്ളൂ, സാറിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത്. ഇതിന്റെ പിന്നിൽ ഒത്തിരിയേറെ കരങ്ങളുടെ നന്മയും പ്രയത്നത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മളിവിടെ ഈ കണ്ട ചെറിയൊരു ഷോർട്ട് ഫിലിം. നമ്മൾ നോക്കുമ്പോൾ ഒരു 25 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിരുന്നു. അപ്പൊ 25 മിനിറ്റേ ഉള്ളൂവെങ്കിലും ഇതിന്റെ പിന്നിൽ എത്രയോ നാളുകളുടെ അധ്വാനം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ എത്രയോ രാത്രികളിലെ ഉറക്കമെടുപ്പ്, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം തയ്യാറായി വന്ന ലീഡർഷിപ്പ് ഏറ്റെടുത്തത് ചെയ്ത ജസ്റ്റിൻ സാറിനും അതിൻ്റെ ഒപ്പം നിന്ന് ജെറിനും മറ്റെല്ലാവർക്കും 1000 നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒത്തിരിയേറെ പ്രയത്നത്തിന്റെ ഫലമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റും ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ഞങ്ങൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സിനിമയിലൊക്കെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടും ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ഞങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ പ്രേരിപ്പിച്ച് ഞങ്ങളെ ജസ്റ്റിൻ സാറിനും എച്ച്എമ്മിനും ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും പ്രത്യേക ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഇത്രയൊരു ബിഗ് സ്ക്രീനിൽ എല്ലാവരും കാണാനും ഇങ്ങനൊരു സിനിമ ഫിലിം ഇതൊക്കെ ഭയങ്കര സ്വപ്നമാണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇത്രയും വേഗം ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒക്കെ സാധിച്ചതിൽ ഭയങ്കര ഹാപ്പി. പിന്നെ ഇതിനെല്ലാത്തിനും എല്ലാവരോടും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളും താങ്ക്ഫുള്ളാണ്. സിസ്റ്റേഴ്സ്, എച്ച്എം, സ്കൂള് എല്ലാവരും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സ്കൂൾ മേഖലയിൽ തന്നെ ഇത്രയും വലിയൊരു സ്ക്രീനിലൊക്കെ നിൽക്കാൻ പറ്റിയത്. ചിത്ര സംയോജനവും ക്യാമറയും ദാസ് കെ മോഹനാണ് നിർവഹിച്ചിരിക്കുന്നത്. കലാമൂല്യമുള്ള ഈ ഹ്രസ്വചിത്രം കാർമൽ മെലഡി ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിൽ ഏകദേശം 30ഓളം ചിത്രങ്ങളിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം കരസ്ഥമാക്കി.